ഈ മൊഡ്യൂൾ 6-ലെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് DTFT ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ്. നമ്മൾ CTFS കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസും കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ഇതിൻ്റെ ഇക്വേഷൻ നോക്കണം. ഇക്വേഷൻ എക്സ് ഓഫ് എൻ ആണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇനി എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇക്വേഷൻ ഇതാണ്. സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, ആൻഡ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം, അതായത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഓക്കെ, ഇതിനാണ് DTFT പെയേഴ്സ് എന്ന് പറയും. DTFT കണ്ടുപിടിക്കാനും ഇൻവേഴ്സ് DTFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഇനി അടുത്തത് വരുന്നത് കണ്ടീഷൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഷുഡ് ബി അബ്സല്യൂട്ട്ലി സമ്മബിൾ. ദാറ്റ് ഈസ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് അബ്സല്യൂട്ട് സമ്മബിൾ എന്ന് പറയുന്നത്. അടുത്ത എനർജി ഷുഡ് ബി ഫൈനൈറ്റ്. ദാറ്റ് ഈസ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ. അതാണ് എനർജിയുടെ ഇക്വേഷനാണത്. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ DTFT ഓഫ് ദ ഫോളോവിങ് സിഗ്നൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് എൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് DTFTയുടെ ഇക്വേഷൻ എന്താ? എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ അല്ലേ. എക്സ് ഓഫ് എന്നിൻ്റെ DTFT എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ എന്താ? യു ഓഫ് എൻ ആണ്. സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യു ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. യു ഓഫ് എൻ്റെ വാല്യൂ അറിയാലോ. യു ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യു ഓഫ് എൻ ഈക്വൽ ടു 1 for 0 less than or equal to infinity. Sorry, u of n equal to 1 for n greater than or equal to 0 and equal to 0 for n less than 0. ഓക്കെ, അപ്പോൾ യു ഓഫ് എൻ വരികയാണെങ്കിൽ നമ്മളുടെ സമ്മേഷൻ്റെ ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? നമ്മൾ ഒരുപാട് എക്സാമ്പിൾസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സമ്മേഷൻ്റെ ലിമിറ്റ് ചേഞ്ചസ് ഫ്രം 0 to ഇൻഫിനിറ്റി. പോസിറ്റീവ് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സമ്മേഷൻ എങ്ങനെ വരും? സിഗ്മ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. അതിന് ഞാൻ എന്നിനെ ഔട്ട് സൈഡ് എടുത്തു, ബ്രാക്കറ്റിൽ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഏതാ? സിഗ്മ സമ്മേഷൻ ഇൻഫിനിറ്റി സമ്മേഷൻ സിഗ്മ എൻ ഈക്വൽ ടു 0 എ റേസ് ടു എൻ എന്താ? 1/1 മൈനസ് എ. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. ദെർഫോർ DTFT ഓഫ് യു ഓഫ് എൻ ഈസ് 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ. യു ഓഫ് എന്നിൻ്റെ കൂടെ ഒരു എ റേസ് ടു എൻ ടേമും കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം DTFTയുടെ ഇക്വേഷൻ എഴുതാം. സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ദെൻ എക്സ് ഓഫ് എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ റേസ് ടു എൻ യു ഓഫ് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എഗെയിൻ ഇവിടെയും യു ഓഫ് എൻ ഉള്ളത് കാരണം നമ്മൾ ലിമിറ്റിൻ്റെ സമ്മേഷൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്തു. എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. എഗെയിൻ ഇവിടെ രണ്ട് ടേമിൽ പവർ എൻ വരുന്നുണ്ട്. ആ രണ്ട് ടേമിനെയും കമ്പൈൻ ചെയ്തു. അപ്പോൾ എ റേസ് ടു 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ദെൻ ഹോൾ റേസ് ടു എൻ ആക്കിയിട്ട് എഴുതി. അത് നമ്മളെ ജനറൽ ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/1 മൈനസ് എ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഡെൽ ഓഫ് എൻ. ഡെൽ ഓഫ് എൻ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം? എക്സ് ഓഫ് എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താ?
ഡെൽ ഓഫ് എൻ അറിയാലോ, ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത് അറ്റ് സീറോയിൽ മാത്രം ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ബാക്കി എല്ലാ കേസിലും ഇതിൻ്റെ വാല്യൂ എന്താ 0 ആണ്. അപ്പോൾ n ഈക്വൽ ടു 0 കൊടുക്കുക. n ഈക്വൽ ടു 0യിൽ ഇതിൻ്റെ വാല്യൂ ഡെൽ ഓഫ് n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു 0, n ഈക്വൽ ടു 0 കൊണ്ടാണ് ഇ റേസ് ടു 0 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഡി ടി എഫ് ടി ഓഫ് ഡെൽ ഓഫ് എൻ ഈസ് 1. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x of n equal to 0.5 whole raised to n u of n plus 2 raised to n into u of minus n minus 1. ഓക്കെ, അതായത് രണ്ട് സിഗ്നലിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഡി ടി എഫ് ടിയുടെ ഇക്വേഷൻ എഴുതണം. ദെൻ എക്സ് ഓഫ് എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എക്സ് ഓഫ് എൻ എന്താ 0.5 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് 2 റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ രണ്ട് ടേം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എങ്ങനെ, സിഗ്മ എൻ ഈക്വൾ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി ഫസ്റ്റ് ടേം 0.5 ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ പ്ലസ് അടുത്ത ടേം സിഗ്മ എൻ ഈക്വൾ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെക്കൻഡ് ടേം എന്താ 2 റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സിഗ്മ എൻ ഈക്വൾ ടു ഇവിടെ നമ്മളുടെ ആദ്യത്തെ ടേമിൽ ഇവിടെ നോക്കുക യു ഓഫ് എൻ ഉണ്ട് അല്ലേ. യു ഓഫ് എൻ ഉണ്ടാകുമ്പോൾ ലിമിറ്റ് എങ്ങനെയായി 0 ടു ഇൻഫിനിറ്റി 0.5 ഹോൾ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താ 1 ആണ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ പ്ലസ് അടുത്തത് എങ്ങനെയാണ് വരുന്നത്, യു ഓഫ് എൻ അല്ല യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. ഓക്കെ, മൈനസ് എൻ മൈനസ് 1 ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഏത് ഷിഫ്റ്റിങ്ങാണ് വരുന്നത്, റൈറ്റ് ഷിഫ്റ്റിംഗ് ആണ്. യു ഓഫ് മൈനസ് എന്നിന് റൈറ്റ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഇതാണ് യു ഓഫ് മൈനസ് എൻ വരുന്നത്. അതിനെ 1 യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എവിടെ വരും, സോറി ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. 1 യൂണിറ്റ് യു ഓഫ് മൈനസ് എന്നിനെ 1 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇതാണ് യു ഓഫ് മൈനസ് എൻ വരുന്നത്. യു ഓഫ് മൈനസ് എൻ ഇതാണ് വരുന്നത്. ഇതിനെ 1 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എവിടെ വരും, മൈനസ് 1ൽ വരും അല്ലേ. അപ്പോൾ 0 മൈനസ് 1 മൈനസ് 2 എക്സെട്ര അതിങ്ങനെ പോവും. മൈനസ് 1 എന്ന് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മേഷൻ്റെ ലിമിറ്റ് എങ്ങനെ വരും, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ലിമിറ്റ് ചേഞ്ചസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 ഇൻറ്റു 2 റേസ് ടു എൻ. പിന്നെ യു ഓഫ് ഇതിൻ്റെ വാല്യൂ എന്താ 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ദെൻ ഇനി എന്താ, ഈ രണ്ട് ടേമിന് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തു. ഓക്കെ, 0.5ഉം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗയും കമ്പൈൻ ചെയ്തു, ഹോൾ റേസ് ടു എഴുതി. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നെഗറ്റീവ് സമ്മേഷൻ്റെ ഇക്വേഷൻ ഒന്നും അറിയില്ല, നമുക്കറിയാവുന്നത് പോസിറ്റീവ് സമ്മേഷൻ്റെ ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ സമ്മേഷൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു. സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളിലും സൈൻ ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് പ്ലസ് ആക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു, ഇവിടുത്തെ പ്ലസ് മൈനസ് ആയി. അപ്പോൾ 1 ടു ഇൻഫിനിറ്റി എഴുതുമ്പോൾ ഇവിടെ മൈനസ് എൻ, ഇവിടെ മൈനസ് ഉണ്ടായിരുന്ന ഇവിടെ പ്ലസ്. ഓക്കെ, ദെൻ സമ്മേഷൻ മൈനസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, n ഈക്വൽ ടു ഇൻഫിനിറ്റി ടു 1 അല്ല മിസ് എഴുതുന്നുണ്ട് എന്നുള്ളത്. നമുക്കറിയാം സമ്മേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സമ്മേഷൻ 1 2 3 4 1 2 3 പ്ലസ് 4 ചെയ്താലും 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 ചെയ്താലും കിട്ടുന്ന ആൻസർ എന്താണ്, സെയിം ആണ്. അപ്പോൾ സമ്മേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല, ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് സൈൻ ചേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇനി എന്ത് ചെയ്യണം, ആദ്യത്തെ ടേം നമുക്കറിയാവുന്ന ഫോമാണ് 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ 1/1 മൈനസ് എ. ഇത് 1 ടു ഇൻഫിനിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയില്ല, നമുക്കറിയാവുന്നത് 0 ടു ഇൻഫിനിറ്റിയുടെ ഇക്വേഷനാണ്. അപ്പം നമ്മൾ ആ ഇക്വേഷനെ എന്ത് ചെയ്തു, 0 ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് മാറ്റി എഴുതി. 0 ടു ഇൻഫിനിറ്റി ഇവിടെ n ഔട്ട് സൈഡ് എടുത്തു, ഇവിടെ n ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 റേസ് ടു മൈനസ് 1 വരും അല്ലേ. അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. 2 റേസ് ടു മൈനസ് എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 റേസ് ടു മൈനസ് 1 ഇൻറ്റു എൻ, ദാറ്റ് ഈസ് 2 റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ. അങ്ങനെ എഴുതാമല്ലോ. 2 റേസ് ടു മൈനസ് 1 ഇ റേസ് ടു ജെ ഒമേഗ ഹോൾ റേസ് ടു എൻ
പക്ഷേ നമ്മൾ ആക്ച്വൽ സമ്മേഷൻ 1 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് 0th ടേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. 0th ടേം എന്ന് പറയുന്നത് n=0 കൊടുക്കുക. അപ്പോൾ -2⁻1 × e⁻0. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഈ ടേം അതുപോലെ തന്നെ അടുത്ത ടേമിൽ ഇത് a⁻n ഫോമിൽ വന്നു അല്ലേ. sigma n = 0 to infinity 2 inverse e⁻n a⁻n form, where a = 2 inverse e⁻j⁻. അപ്പോൾ 1/1 - a ഫോമിൽ എഴുതി. 2 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. മൈനസ് ഈ ടേം (0). ഏതിൻ്റെയും പവർ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇങ്ങനെ കിട്ടും. സിംപ്ലിഫൈ ചെയ്യാണ്ട് ഇതിനെ രണ്ടെണ്ണത്തിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ ഇനിയിപ്പോൾ ഇതേപോലത്തെ കേസസ് ഇപ്പോൾ u(n) - -1 പകരം -n-2 ആണ് വരുന്നതെങ്കിൽ എന്ത് വരും, 2 to infinity ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ -∞ to -2 വരും. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ 2 to infinity ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഗൈൻ 0 to infinity എഴുതിയതിന് ശേഷം ഇവിടെ 0th ടേമും സബ്സ്ട്രാക്ട് ചെയ്യണം, അതുപോലെ ഫസ്റ്റ് ടേമും സബ്സ്ട്രാക്ട് ചെയ്യണം. അതായത് n = 1 എന്ന് പറഞ്ഞ ടേമും സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, x(n) = 1/3 mod n. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുക, 1/3 mod n. അഗെയിൻ നമ്മുടെ DTFTയുടെ ഇക്വേഷൻ എഴുതി, ദെൻ x(n) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇവിടെ mod n-ൻ്റെ പ്രത്യേകത എന്താ, mod n വരുന്ന സമയത്ത് mod n = +n. എപ്പോൾ തൊട്ടിട്ടാ +n എപ്പോഴാണ് വരുന്നത്, ഫ്രം 0 to infinity അല്ലേ. mod n = +n for n = 0 to infinity and equal to -n from -∞ to 0 അല്ല -1. ഡിസ്ക്രീറ്റിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇൻ്റഗ്രേഷനാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇൻ്റഗ്രേഷനിൽ നമ്മൾ +n എപ്പോഴാണ് 0 to infinity, -n -∞ to 0 ആണ് കൊടുക്കാറ്. പക്ഷേ സമ്മേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് വരുന്നത് 0 ആണ്. ഇതിൻ്റെ ഇടയിൽ -1.1 1.2 അങ്ങനെയുള്ള വാല്യൂസ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഇൻറ്റിജർ വാല്യൂസ് മാത്രം വരുന്നതുകൊണ്ടാണ് ലിമിറ്റ്, സമ്മേഷൻ്റെ ലിമിറ്റ് 0 നമ്മളെപ്പോഴും പോസിറ്റീവ് സൈഡിലെടുക്കും. അപ്പോൾ 0 to infinity വരും. അതുപോലെ ഇത് പോസിറ്റീവ് സൈഡിലാണ് എടുക്കാറ്. അതുപോലെ നെഗറ്റീവ് സൈഡ് -∞ to -1 ആണ് വരിക. ആ സമ്മേഷൻ്റെ ലിമിറ്റ് അത് കുറേ പ്രോബ്ലംസിൽ അങ്ങനെ വരുന്നുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഈ മോഡ് n വരുന്ന കേസിൽ അതെപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ സമ്മേഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സിഗ്മ n = ആദ്യം നെഗറ്റീവ് സൈഡ് എഴുതി, -∞ to -1 1/3 നെഗറ്റീവ് സമ്മേഷനിൽ mod n = -n ഇൻറ്റു e⁻j⁻n പ്ലസ് സിഗ്മ n = അടുത്ത ലിമിറ്റ് എവിടെ നിന്നാണ് വരുന്നത്, 0 to infinity. അതായത് ടോട്ടൽ സമ്മേഷനെ നമ്മൾ -∞ to -1 ദെൻ 0 to infinity. അപ്പോൾ ഇത് ഒരു റേഞ്ച്, ഇവിടെ -n വരും. ഇത് അടുത്ത റേഞ്ച്, ഇവിടെ +n വരും. ഇതാണ് mod n നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ എഴുതണം. എഗെയിൻ ഇവിടെ നോക്കുക, 1 to infinity ആണ് വന്നിരിക്കുന്നത്. അതിനെ നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് 0 to infinity ആണ്. ആ ഫോമിലോട്ട് മാറ്റി എഴുതണം. ദെൻ ഈ രണ്ട് ടേമിനെ ആദ്യം കമ്പൈൻ ചെയ്ത് എഴുതണം. 1/3 e⁻j⁻n അപ്പോൾ അതിന് 1/3 × e⁻j⁻ ബ്രാക്കറ്റ് ഇട്ട് n എഴുതി. 0 to infinity ആക്കുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ സമ്മേഷൻ്റെ ലിമിറ്റ് 1 to infinity ആണ്. അപ്പോൾ 0 to infinity ആകുമ്പോൾ 0th ടേം സബ്സ്ട്രാക്ട് ചെയ്യണം. ഈ സമ്മേഷൻ എഴുതിയതിന് ശേഷം മൈനസ്, സമ്മേഷൻ്റെ ഉള്ളിലല്ല പുറത്താണ്, -0th ടേം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n = 0. അപ്പോൾ 1/3 e⁻j⁻0 പ്ലസ് അടുത്ത ടേം എങ്ങനെ വരുന്നത്, n = 0 to infinity 1/3 e⁻j⁻n ദാറ്റ് ഈസ് a⁻n ഫോം. n-ൻ്റെ ഇക്വേഷൻ അറിയാലോ, 1/1 - a. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. ഇതിനും അതുപോലെ എന്ത് എഴുതാം,
1/1 മൈനസ് എ, ഈ ഭാഗത്തിന് 1/1 മൈനസ് എ -1. ഓക്കെ, ഇത് സമ്മേഷൻ്റെ ഉള്ളിലല്ല ഈ സബ്ട്രാക്ഷൻ വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇതുപോലെ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ഓഫ് എൻ ഈക്വൽ ടു സൈൻ nπ/2 ഇൻറ്റു യു ഓഫ് എൻ. സിനുസോഡൽ ഫംഗ്ഷനാണ് വരുന്നത്. ഇതുപോലെ സൈനോ കോസോ ഏത് വേണമെങ്കിലും ചോദിക്കാം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഫോറിയറിൻ്റെ ഇക്വേഷൻ എഴുതുക, DTFTയുടെ ഇക്വേഷൻ എഴുതുക. സിഗ്മ n ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു e raised to -jωn. എക്സ് ഓഫ് എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ. ദെൻ എന്ത് ചെയ്യുക? യു ഓഫ് എൻ വരുമ്പോൾ അറിയാം അല്ലേ, യു ഓഫ് എൻ വരുമ്പോൾ നമ്മൾ സമ്മേഷൻ്റെ ലിമിറ്റ് എങ്ങനെ മാറും? 0 to ഇൻഫിനിറ്റി ആവും. ഓക്കെ, സൈൻ nπ/2 ഇൻറ്റു 1 ആണ്, 1 എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, e raised to -jωn. ഇനി സൈനിനെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല, അപ്പം നമ്മൾ എന്തിന് ചെയ്യണം? സൈൻ തീറ്റയുടെ നമ്മൾ e raised to j θ മൈനസ് e raised to -j θ ഡിവൈഡ് ബൈ 2j ഫോമിൽ എഴുതണം. കോസ് ആണെങ്കിൽ, കോസ് തീറ്റ ആണെങ്കിൽ എങ്ങനെ എഴുതണം? e raised to j θ പ്ലസ് e raised to -j θ ഡിവൈഡ് ബൈ 2. സൈൻ ആകുമ്പോൾ e raised to j θ മൈനസ് e raised to -j θ ഡിവൈഡ് ബൈ 2j. ദെൻ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇവിടെ രണ്ട് സംഭവങ്ങളുണ്ട്. 1/2j നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. 2 ടേമുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് സമ്മേഷനെ അഗെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 1/2j ഔട്ട് സൈഡ് എഴുതും, n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഫസ്റ്റ് ടേം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് e raised to j nπ/2 ഇൻറ്റു e raised to -jωn മൈനസ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി e raised to -j nπ/2 ഇൻറ്റു e raised to -jωn. ഇനി അങ്ങോട്ട് ഒരു പ്രശ്നവുമില്ല. ഈ 2 ടേമും കമ്പൈൻ ചെയ്ത് എഴുതി, ഈ 2 ടേമും കമ്പൈൻ ചെയ്ത് എഴുതി. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്, ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. അത്രയും ടൈം നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ആ പരിപാടിക്ക് നിൽക്കാവൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 0 ഫോർ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ എൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ്, എയുടെ വാല്യൂ ചിലപ്പോൾ 1 തരാം, 2 തരാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് തരാം. അതുപോലെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1, 2, 3, 4 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ജനറലി ഇങ്ങനെയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് നേരത്തെ പോലെ തന്നെ ആദ്യം DTFTയുടെ ഇക്വേഷൻ എഴുതുക. ദെൻ എക്സ് ഓഫ് എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഓഫ് എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം ഇതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയണം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ആവുന്ന സമയത്ത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എ ആണ്. എയുടെ വാല്യൂ എന്താണെങ്കിൽ അത്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ എയുടെ വാല്യൂ, എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്നിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? പ്ലസ് എൻ അല്ലെങ്കിൽ മൈനസ് എൻ അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ എന്ന് പറയുന്നത് either പ്ലസ് എൻ ആവാം അല്ലെങ്കിൽ മൈനസ് എൻ ആവാം. അപ്പോൾ നമ്മൾ ഈ എക്സ് ഓഫ് എന്നിനെ 2 രീതിയിൽ എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ഈക്വൽ ടു പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എ. അതുപോലെ തന്നെ മീൻസ് ആദ്യത്തെ കേസിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്നിന് പകരം പ്ലസ് എൻ കൊടുക്കാം അല്ലെങ്കിൽ മൈനസ് എൻ കൊടുക്കാം. അപ്പോൾ പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ ആണ്. അതുപോലെ മൈനസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ആണെങ്കിൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ ആണ്. അതായത് നമ്മളെ ആക്സിസ് ആണ് എൻ എന്ന് പറയുന്നത് അല്ലേ. എൻ എന്ന് പറയുന്നത് പ്ലസ് എൻ മൈനസ് എൻ. അപ്പോൾ പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എൻ എന്ന് പറയുന്നത് ഏതോ ഒരു വാല്യൂ 1, 2, 3, 4 ഏത് വാല്യൂ ആവാം. അപ്പോൾ സ്മോൾ ലെറ്റർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എ ആണ് അല്ലേ. അപ്പോൾ ഈ കേസ് വരുന്നത്. അതുപോലെ തന്നെ മൈനസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നതും എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്താണ്? എ ആണ്. ഓക്കെ, ഇതാണ് മൈനസ് എൻ വരുന്നത്. അപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. മൈനസ് എന്നിന് പകരം ഇവിടെ പ്ലസ് എൻ ആക്കാം. എൻ ഈ മൈനസിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഈ മൈനസിനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെ വരും? ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എൻ വരും. ഓക്കെ, അപ്പോൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ സ്മോൾ ലെറ്റർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. അതുപോലെ സ്മോൾ ലെറ്റർ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മൈനസ് എൻ. അപ്പോൾ എങ്ങനെ വരും? നമ്മൾ സിഗ്നൻ്റെ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എങ്ങനെ വരും?
എക്സ് ഓഫ് എൻ എന്ന് ഈക്വൽ ടു എ ആണ് എപ്പോഴൊക്കെ -n തൊട്ടിട്ട് +n വരെയുള്ള ഇൻ്റർവെല്ലിൽ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ -n തൊട്ടിട്ട് +n വരെയുള്ള ഇൻ്റർവെല്ലിൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ. അല്ലാത്ത കേസിൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 5 ആണെന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 5 ആണെങ്കിൽ അഗെയിൻ ഇതുപോലെ തന്നെ +n ≤ 5 ആൻഡ് -n ≤ 5 അങ്ങനെ വരുമല്ലോ. നമ്മളിതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 0 1 എക്സെട്ര ഇവിടെ 5 വരും. അതുപോലെ ഇങ്ങോട്ട് -n വരും. ഇത് +n -1 -2 എക്സെട്ര -5 അങ്ങനെ വരും അല്ലേ. അപ്പോൾ +n ≤ 5 അതായത് ഇവിടെ +n ≤ 5 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അതുപോലെ -n ≤ 5 അതായത് -n എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് സൈഡ് വരും. അപ്പോൾ -n ≤ 5 എന്ന് പറയുമ്പോൾ അവിടെ -5 ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. നെഗറ്റീവ് ആക്സിസിൽ നെഗറ്റീവ് വാല്യൂസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങോട്ട് വരും. ഓക്കെ, << 5. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻ്റർവെൽ എവിടെ തൊട്ട് എവിടെ വരിക -5 to +5. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മേഷൻ്റെ ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്തു? -∞ to +∞ എന്നുള്ളത് -n to +n ആയിട്ട് മാറി. ആ സമയത്ത് എക്സ് ഓഫ് എൻ്റെ വാല്യൂ എന്താ എ ആണ്. ബാക്കിയുള്ള കേസിൽ എക്സ് ഓഫ് എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റർവെൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ a × e⁻⁻n. ഓക്കെ. ഇനി നമ്മൾക്ക് അറിയാം ഈ സമ്മേഷനെ എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെ? നെഗറ്റീവ് സൈഡിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാറ്? -n to -1. ഓക്കെ, -n to -1 a × e⁻. എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഇവിടെ തന്നെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ e⁻⁻n പ്ലസ് അടുത്ത സമ്മേഷൻ എവിടെ തൊട്ടിട്ടാണ് 0 to n ∑n = 0 to n e⁻⁻n. ഓക്കെ. ദെൻ നമുക്ക് നെഗറ്റീവ് സമ്മേഷൻ്റെ ഇക്വേഷൻ അറിയാത്തത് കൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇവിടെ സൈൻ ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യലിൻ്റെ പവറിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മാറ്റി പ്ലസ് ആക്കുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. ഓക്കെ, പവറിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ എന്തായി ∑n = 1 to n e⁻ +j⁻⁴n വന്നു. ഇവിടെ 0 to n e⁻⁻ വന്നു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 to n ഇക്വേഷൻ അറിയില്ല. നമുക്കറിയാവുന്ന എപ്പോഴും 0 to n ഇക്വേഷൻ അല്ലെങ്കിൽ 0 to ∞ ഇക്വേഷൻ അറിയുള്ളൂ. അപ്പോൾ ഇതിനെ 0 to n ആക്കി മാറ്റി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? 0th ടേം സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. ദെൻ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ∑n = 0 to N x⁻n അല്ലെങ്കിൽ a⁻n = a⁻n + 1 divided by 1 - a⁻n + 1 divided by 1 - a. ഓക്കെ. അപ്പോൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി ഇതിനെ വേണമെങ്കിൽ ഈ രണ്ട് ടേമിനെ LCM എടുത്ത് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. മിനിമം ഇത്രയെങ്കിലും എഴുതി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഓഫ് n = 1/2 n - 1 u of n - 1. ഓക്കെ. അഗെയിൻ DTFTയുടെ ഇക്വേഷൻ എഴുതി എക്സ് ഓഫ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. എക്സ് ഓഫ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കറിയാം u of n - 1 ഉണ്ട് അല്ലേ. u of n ആണെങ്കിൽ 0 to ∞ ആക്കാം. u of n - 1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്? n - 1 എന്ന് പറയുമ്പോൾ ഏത് ഷിഫ്റ്റിംഗ് ആണ്? u of n റൈറ്റ് ഷിഫ്റ്റിംഗ് ആണ് അല്ലേ. റൈറ്റ് ഷിഫ്റ്റിംഗ് ഒരു യൂണിറ്റ്. അപ്പോൾ 1 to ∞ വരും. ബാക്കിയുള്ള സമയത്ത് u of n - 1 വാല്യൂ 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ സമ്മേഷൻ്റെ ലിമിറ്റ് 1 to ∞ ആവുന്നത്. 0 × എന്ത് ചെയ്താലും 0 അല്ലേ. അപ്പോൾ 1 to ∞ 1/2 n - 1 e⁻j⁻n. ദെൻ അടുത്തെന്ത് ചെയ്യണം? 1/2 n - 1 അല്ലേ. അപ്പോൾ അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. കാരണം n-ൻ്റെ ടേംസ് നമുക്ക് കമ്പൈൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ ബാക്കി വരുന്നത്
ബാക്കി അല്ലാത്ത ടേമിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ, കാരണം ഇവിടെ 1/2 ആണ് വരുന്നത്. 1/2 വരുമ്പോൾ അത് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ 1/2 ഹോൾ റേസ് ടു n - 1നെ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 ഹോൾ റേസ് ടു n ഇൻറ്റു 1/2 ഹോൾ റേസ് ടു -1. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സ് റേസ് ടു a പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? എക്സ് റേസ് ടു a ഇൻറ്റു എക്സ് റേസ് ടു b. അപ്പോൾ 1/2 ഹോൾ റേസ് ടു n -1, പ്ലസിന് പകരം മൈനസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ 1/2 ഹോൾ റേസ് ടു n പ്ലസ് -1 ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ 1/2 ഹോൾ റേസ് ടു n ഇൻറ്റു 1/2 ഹോൾ റേസ് ടു -1 ഇൻറ്റു e റേസ് ടു j ഒമേഗ n. 1/2 ഹോൾ റേസ് ടു -1 കോൺസ്റ്റൻ്റ് ആണ്. 1/2 ഹോൾ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. ദെൻ ഇതിനെ സിഗ്മ 1 ടു ഇൻഫിനിറ്റി 1/2 e റേസ് ടു j ഒമേഗ ഹോൾ റേസ് ടു n എഴുതാം. ദെൻ 1 ടു ഇൻഫിനിറ്റീനെ 0 ടു ഇൻഫിനിറ്റി ആക്കുക. അപ്പോൾ 0 തൊട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. ദെൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ.